വലിയ നോമ്പിന്റെ ഭാഗമായുള്ള 40-ാം വെള്ളി ആചരണത്തോടനുബന്ധിച്ച് കോട്ടയ്ക്കപ്പുറം ദേവാലയത്തിൽ ഭക്തിനിർഭരമായ കുരിശിന്റെ വഴി തീർത്ഥാടനം സംഘടിപ്പിച്ചു. വിശ്വാസ തീക്ഷ്ണതയുടെയും പ്രായശ്ചിത്തത്തിന്റെയും സാക്ഷ്യമായി മാറിയ ഈ തീർത്ഥാടനത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കുചേർന്നത്. പള്ളിക്ക് ചുറ്റും നടന്ന കുരിശിന്റെ വഴി തീർത്ഥാടനം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി 14 സ്ഥലങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും നടത്തി വീണ്ടും ദേവാലയത്തിൽ പ്രവേശിച്ച് സമാപിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇടവകയിലെ വലിയൊരു ജനവിഭാഗം പ്രാർത്ഥനാപൂർവ്വം പദയാത്രയിൽ പങ്കുചേർന്നു. ഈ വലിയ നോമ്പുകാലം വിശുദ്ധിയോടെ പൂർത്തിയാക്കാൻ ഇത്തരം കൂട്ടായ പ്രാർത്ഥനകൾ അത്യന്താപേക്ഷിതമാണെന്ന് ഇടവക വികാരി തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. കുരിശിന്റെ വഴിയും മറ്റ് പ്രായശ്ചിത്ത കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ആത്മീയമായി ഒരുങ്ങാൻ അദ്ദേഹം വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു. ഇടവക വികാരിയുടെയും വിവിധ സമിതി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചത്. തീർത്ഥാടന ചടങ്ങുകൾക്ക് ശേഷം ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിശ്വാസികൾക്കും നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു. കോഴിക്കോട്ട ശനിയുടെ അർത്ഥം എന്ന് പറയുന്നത് കോഴിക്കോട്ട നമ്മുടെ കർത്താവിനെ എറിഞ്ഞ കല്ലിന്റെ പ്രതീകമായിട്ടും കർത്താവിന് സൂന്തകലം പൂശാനായിട്ട് പോയ സ്ത്രീകള് ആ സൂന്തകലം കരുതി വെച്ച ഭരണിയുടെ പ്രതീകമായിട്ടും ഒപ്പം തന്നെ കർത്താവ് ലാസറിന്റെ ഭവനത്തിലെത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാര് പെട്ടെന്ന് മാവ് കുഴച്ച് കർത്താവിന് ഉണ്ടാക്കിക്കൊടുത്ത അപ്പമാണ് കോഴിക്കോട്ട എന്നൊരു പാരമ്പര്യവും നമ്മുടെ സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച വിശ്വാസികളെല്ലാവരും കോഴിക്കോട്ടയായിട്ട് ദേവാലയത്തിൽ എത്തുകയും അത് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ചയിലേക്കുള്ള വലിയ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 40-ാം വെള്ളി നമ്മുടെ പിതാക്കന്മാർ കണ്ടിരുന്നത്. ഈ 40-ാം വെള്ളിയിൽ പീഡാനുഭവ യാത്രകൾ, അതുപോലെ പശ്ചാത്താപത്തിൻ്റെയും പരിഹാരത്തിൻ്റെതുമായിട്ടുള്ള കുരിശിൻ്റെ വഴികൾ ഒക്കെ നടത്തിയാണ് ഈ പീഡാനുഭവ ആഴ്ചയിലേക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പ്രവേശിച്ചിരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും നല്ല ഒരു പീഡാനുഭവ ആഴ്ച പ്രത്യേകമായിട്ട് നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.